ഓക്കെ, സോ യു ഗൈസ് ആർ റെഡി? മെഡിറ്റേഷന് പ്രിപ്പയർ ചെയ്യാം. വളരെ ശാന്തമായ ഒരവസ്ഥയിലിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ ആം പ്രിപ്പയറിംഗ് മൈ സെൽഫ് ഫോർ ദ മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷന് വേണ്ടി എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. പതിയെ നിങ്ങൾ എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുപോവുക. ശ്വാസത്തിനെ ഒന്ന് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കാം. ഓരോ ശരീരഭാഗത്തിനെയും ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഹിപ്സ്, ശരീരത്തിൻ്റെ പുറം ഭാഗം, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. Take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. Just take a deep breath in. Breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള സമ്മർദ്ദം, ഭയം, ആശങ്ക ഇതെല്ലാം ഒഴുകിപ്പോകുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകുന്നതായി ഫീൽ ചെയ്യാം. Just take a deep breath in. Hold on and breathe out.
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ശാന്തമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എൻ്റെ വിജയത്തിന് ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പരീക്ഷകളെയും വളരെയധികം ഉന്മേഷത്തോടെ ഞാൻ നേരിടുന്നു. ഞാൻ പൂർണ്ണ വിജയത്തിനായി നേരായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ പരീക്ഷകളെയും പൂർണ്ണമായ ആവേശത്തോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനോട് തന്നെ പറയാം, ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാം. ഓരോ ശ്വാസവും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നുണ്ട്. ഓരോ ശ്വാസം നിങ്ങൾ എടുത്തു വിടുമ്പോഴും അത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ പരീക്ഷയെയും ആവേശത്തോടെ, കൂടുതൽ ഉന്മേഷത്തോടെ, ആത്മവിശ്വാസത്തോടെ നേരിടുന്നത് മനസ്സിൽ കാണാം. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഓരോ പരീക്ഷയെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ, ഉന്മേഷത്തോടെ എഴുതുന്നതായി വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു മൊമെന്റിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളെടുക്കുന്ന പരിശ്രമങ്ങളും നിങ്ങൾ പഠനത്തിനായി ഉപയോഗിക്കുന്ന സമയവും നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട്. പൂർണ്ണമായ വിജയം നേടിയെടുക്കുക എന്നത്
നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾക്കുള്ളിലുള്ള കഴിവുകളും ആത്മവിശ്വാസവും നിങ്ങളെ അതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, എനിക്ക് വിജയം സാധ്യമാണ്. ജസ്റ്റ് ഫീൽ ദാറ്റ് എനിക്ക് വിജയം സാധ്യമാണ്. എൻ്റെ എല്ലാ ഊർജത്തിനെയും എൻ്റെ പഠനത്തിലേക്ക്, എൻ്റെ വിജയത്തിലേക്ക് ഞാൻ നൽകുന്നുണ്ട്. ഓരോ പരീക്ഷയിലും നിങ്ങൾ വിജയിച്ചതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സന്തോഷത്തിനെ, ആവേശത്തിനെ ഫീൽ ചെയ്യാം. വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചതിന് നിങ്ങൾക്ക് തന്നെ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. I thank myself for leading me to success. എന്നെ വിജയത്തിലേക്ക് നയിച്ച എന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. I thank my Creator for giving me the success. എനിക്ക് വിജയം നൽകിയ, സാധ്യമാക്കിയ എൻ്റെ ക്രിയേറ്ററിനോട്, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അവസരം എനിക്കായി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. I thank my Creator for this opportunity. വളരെ ശാന്തമായ, വിശാലമായ മനസ്സോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ, ആവേശത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. കൂടുതൽ വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാം. പതിയെ ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. Okay,
തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ആർ യു ഗൈസ് ബാക്ക്? ഓക്കെ, വെരി ഗുഡ്. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ്, ഓക്കെ. സോ എനിവേ ഞാൻ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രെയിനിങ് അവർ മൈൻഡ് ടു ഫോക്കസ്, അല്ലെ? നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡയറ്റിങ് അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ എക്സസൈസിന്റെ കൂടെ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയും ടൈമും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ദർ വിൽ ബി മൊമെന്റ്സ് ലൈക്ക് നിങ്ങൾ എവിടേക്കോ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്ത, അതായത് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന കാര്യം, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് നിങ്ങൾ മൈൻഡിൽ ഒരു തോട്ട് കൊടുക്കുക, ഇത് എങ്ങനെയാണ് എനിക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. ഇപ്പൊ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ. കാരണം നമുക്ക് എപ്പോഴും പഠിച്ചവനായിട്ട് ചോയ്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, അല്ലെ? അപ്പം ഇപ്പം മറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് സംസാരിക്കണം, ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ഞാനിപ്പോ ചെയ്യുന്ന കാര്യം ഏത് രീതിയിലാണ് എനിക്ക് യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, ഇത് ഏത് രീതിയിലാണ് എൻ്റെ ഡ്രീംസിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എനിക്ക് ശരിക്കും നീഡഡ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ മോട്ടിവേഷൻ എടുക്കുന്നത് പോലെ, ഓക്കെ ബി പോസിറ്റീവ്, ഓൾവേസ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ മോട്ടിവേഷൻസ് എടുക്കുന്നതിന് പകരം ദിസ് ഈസ് എ കൈൻഡ് ഓഫ് നമ്മൾ ട്രെയിനിങ് പോലെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരുന്നു. അത് അവിടെ തീരുന്നില്ല, നമ്മൾ അതിന്റെ ആഫ്റ്റർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് എന്തെങ്കിലും വാച്ച് ചെയ്യുമ്പോൾ, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഇത് ശരിക്കും നീഡഡ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച് നൂറ, ദ മെഡിറ്റേഷൻ വാസ് ഗുഡ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ എന്ന് മെൻഷൻ ചെയ്തേ. ഓക്കെ. ഓൾസോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു എനർജി സ്പിരിറ്റ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള ടൈമാണ്, അല്ലെ? ഇപ്പം നിങ്ങൾ മണി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഓൺലി ദ ടൈം യു ഇൻവെസ്റ്റ് ഹിയർ. ആ ടൈം നിങ്ങൾക്ക് അത്രത്തോളം വർത്ത് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ.
നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ എന്നാല്? നിങ്ങൾ മുന്നേയുള്ള സെഷൻസ് ഒക്കെ റീവാച്ച് ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് for the exams and all the things you do in your life. Love and light. Thank you. Bye.